എല്ലാ കുട്ടികൾക്കും സുഭാഷ് സാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രിഗണോമെട്രിയിലെ നല്ലൊരു ചോദ്യമാണ്. എക്സാമിനൊക്കെ മീൻസ് എൻട്രൻസ് എക്സാമിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് വലിയ പാടുള്ളതല്ല. പക്ഷേ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പോൾ പല കുട്ടികൾക്കും ചെയ്യാൻ പറ്റാതെ വരാം. ഒരു 5% ആൾക്കാർക്ക് ചിലപ്പം കിട്ടിയെന്നും വരാം. ഇത് നമ്മളൊരു ജെഇ ലെവലെന്ന് വേണമെങ്കിൽ ചെറുതായിട്ട് പറയാം. പക്ഷെ അത്രയൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ഉറപ്പായിട്ടും കീം, NDA അങ്ങനെയുള്ളതൊക്കെ എക്സാമിന് ഉറപ്പാണ്. ഓക്കെ, നിങ്ങളിത് കാണുമ്പോൾ ഇത് കണ്ട ശേഷവും മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കണം. മനസ്സിലായെങ്കിൽ ഒരു ലൈക്ക്, ഒരു കമൻറ്റ് നിങ്ങൾക്ക് തോന്നുന്ന പോലെയുള്ളത്. മനസ്സിലായില്ലെങ്കിലും വേണേൽ കമൻറ്റ് ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇതുപോലെ മാക്സിമം ഇഷ്ടപ്പെട്ടാലും അതേപോലെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഈ വർഷത്തേക്കുള്ള NDA എക്സാമിന് ജോയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ അടുത്ത വർഷത്തേക്കുള്ള കീം, NDA, JEE എല്ലാം ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് മാക്സിമം വേണ്ട കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കി തരുന്ന രീതിക്കുള്ള ക്ലാസ്, അതിനോടുള്ള മെറ്റീരിയൽസും തരുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഇഫ് cos x പ്ലസ് cos y പ്ലസ് cos a ഈക്വൽ 0, രണ്ടാമത് sin x പ്ലസ് sin y പ്ലസ് sin a അതും 0. അങ്ങനെയാണെങ്കിൽ കോട്ട് ഓഫ് x പ്ലസ് y ബൈ 2 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസറൊക്കെ ഇവിടെ നിരന്ന് നിൽപ്പുണ്ട്, ഇപ്പോൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആൻസർ കണ്ടോ, കോട്ട് എക്സ് പ്ലസ് വൈ ബൈ 2 അങ്ങനെയൊക്കെ വരണം. അപ്പോൾ നമ്മൾ എവിടെയോ പഠിച്ച് മറന്ന ഒരു ഫോർമുല ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. നമുക്ക് ഇങ്ങോട്ട് ഒന്ന് തുടങ്ങാം. നിങ്ങൾ നോക്കിയുവാണേ, കോസ് എക്സ് പ്ലസ് കോസ് വൈ പ്ലസ് കോസ് എ ഈക്വൽ എത്ര എന്നാ 0. രണ്ടുപേരെ ഉള്ളുവായിരുന്നുവെങ്കിലോ, കോസ് എക്സ് പ്ലസ് കോസ് വൈ ഉണ്ടായിരുന്നെങ്കിലോ, കോസ് സി പ്ലസ് കോസ് ഡി, അല്ലെങ്കിൽ കോസ് എക്സ് പ്ലസ് കോസ് വൈ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. രണ്ടുപേരെ ഉള്ളതായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ എത്ര പേരുണ്ട്? 3 പേർ. മൂന്നാമനെ അപ്പുറത്തോട്ട് അങ്ങ് തട്ടണം. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു ഇട്ടുകൊണ്ട് മൈനസ് കോസ് എ എന്ന് എഴുതാം. ഇപ്പം നമുക്ക് ഓക്കെ കണ്ടോ, ഒന്ന് ചെറുപ്പം ഒരു ചെറിയ പിടിവള്ളി മതി, നമുക്ക് പിന്നെ അങ്ങോട്ട് പിടിച്ച് കയറാം. ഇതിനെ കോസ് എക്സ് പ്ലസ് കോസ് വൈ അപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ ഈസ് 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2. ഓക്കെ ആണോ മോനെ? ഈസ് ഈക്വൽ ടു ആര് തന്നെയാണ്? മൈനസ് കോസ് എ. ഇക്വേഷൻ നമ്പർ 1. ഒന്നും ചെയ്യാനില്ല കേട്ടോ, ഇനിയും ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ നമ്മുടെ ഒരു ഡേറ്റയും ഇല്ല. രണ്ടാമത് സൈൻ എക്സ് പ്ലസ് സൈൻ വൈ പ്ലസ് സൈൻ എ അത് എത്ര തന്നെയാണ് മോനെ? 0. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ദാറ്റ് ഈസ് ഇവിടോട്ട് ചെയ്യാം കേട്ടോ. ദാറ്റ് ഈസ് സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഈക്വൽ ടു മൈനസ് സൈൻ എ. ഓക്കെ ആണല്ലോ? അവിടെയും ഒരാളെ അപ്പുറത്തുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് സൈൻ സി പ്ലസ് സൈൻ ഡി ഓർ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ. വാട്ട് ഈസ് സൈൻ എക്സ് പ്ലസ് സൈൻ വൈ? ദാറ്റ് ഈസ് 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ല. ഈസ് ഈക്വൽ ടു എത്ര മോനെ? മൈനസ് സൈൻ. ഇക്വേഷൻ പറയാനായി 2. അപ്പോൾ എത്ര ഇക്വേഷൻസ് കിട്ടി? 2 ഇക്വേഷൻസ് കിട്ടി അല്ലേ? നമ്മൾ 1 ഉം 2 കൂടെ ഡിവൈഡ് ചെയ്യുന്നു. 1നെ 2 കൊണ്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് തമ്മിൽ ഡിവൈഡ് ചെയ്യണം, റൈറ്റ് തമ്മിൽ ഡിവൈഡ് ചെയ്യണം. ലെഫ്റ്റ് തമ്മിൽ ഡിവൈഡ് എന്ന് പറഞ്ഞാൽ ഇത് ബൈ ഇത്, റൈറ്റ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് ബൈ ഇത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇവിടെ ഇട്ടങ്ങ് എഴുതുവാണേ, ബൈ ഇട്ടുകൊണ്ടങ്ങ് എഴുതുക. ഡിവൈഡ് ചെയ്യണം കേട്ടോ. ഈക്വൽ ടു ഇവിടെയും ബൈ കണ്ടത് കേട്ടോ. ഇത് 1 ആയിരുന്നു, അത് 2. അപ്പോൾ 1ൻ്റെ ലെഫ്റ്റ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത് 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2 ഈക്വൽ ടു, ഇനി ഈക്വൽ ടു ഓൾറെഡി ഉണ്ടല്ലോ. അവിടെ റൈറ്റ് സൈഡിൽ മൈനസ് കോസ് ഉണ്ട്, ഇവിടെ എന്താണ്? മൈനസ് സൈൻ. 2 ക്യാൻസൽ. കോസ് എക്സ് മൈനസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2 ക്യാൻസൽ. ദെൻ കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് ബൈ സൈൻ കോട്ട് മോനെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ കോട്ട് എക്സ് പ്ലസ് വൈ ബൈ 2 ഈസ് ഈക്വൽ ടു 2 മൈനസ് ക്യാൻസലായി കോസ് ബൈ സൈൻ, ദാറ്റ് ഈസ് ഓൾസോ കോട്ട്. അപ്പോൾ കോട്ട് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 ഈസ് ഈക്വൽ ടു കോട്ട് എന്ന് കിട്ടി. വേണ്ട ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, നല്ല ക്വസ്റ്റ്യനും നല്ല സിമ്പിളും ആയിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടപ്പെട്ടായിരുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗുഡ് ബൈ.